അല്ല ഇജിപ്പോഴും പേപ്പർ അയച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് പോണ്ടേ രാവിലെ? സാധനമൊക്കെ പാക്കാക്കിയോ? ഞാൻ പോകണം ചപ്പാ. 22-ാം തീയതി മൈലപ്പുറം എൽ പി സ്കൂളത്തെ പരിപാടിയാ. അത് കഴിഞ്ഞിട്ടേ പോണുള്ളൂ. എന്റെ 22-ാം തീയതി പരിപാടി. എനിക്ക് പോകാനായില്ലേ? എത്താചാര ഈ ഒന്നനാത്രം പോകുന്ന കുട്ടികളെ കോഴിക്കളെ കല്ലെടുത്ത് എറിയണമാതിരി ഇങ്ങനെ ആട്ടിയെറിന്റെ നിങ്ങള് പെണ്ണോ ഞാൻ കുതിര കാട്ടിയ പണി എനിക്കറിയോ? മൈലപ്പുറം സ്കൂളിലെ പരിപാടിയാണ് 22-ാം തീയതി ഇറങ്ങണം. ആ പോക്കാണ് നീട്ടിക്കണോന്നെ. ആചാരൻ ആ കാര്യത്തിൽ ഞങ്ങളെ ചെറുക്കൻ്റെ അപ്പ മൈലപ്പുറം സ്കൂളിന്റെ അങ്ങനത്തെ ഒരു നല്ലൊരു പരിപാടി നമ്മളെ നാട്ടിൽ നിങ്ങൾ വരാനില്ല. കഴിഞ്ഞിടത്തെ പരിപാടി വേണ്ടിനോ? എന്തൊരു ബോസുള്ള പരിപാടിയേനു. ഇതുണ്ടായില്ല അവിടെ മുമ്പ് തന്നെ തൊള്ളിയും പൊളിച്ച് നോക്കി നീ. അതിലൊന്നും എനിക്കൊരു സംശയമില്ല. നമ്മുടെ സ്കൂളിലെ പരിപാടി നല്ല പരിപാടിയാണ്. നല്ല നടിമാരും നടന്മാരൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ആരാ എന്ത്? അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ചോദിച്ചാലേ ഞമ്മക്ക് ഒന്നും തിരിയില്ലോ. ഇപ്പത്തെ കുട്ടികളോട് ചോദിച്ചണം. അതെ പോണി നമ്മളെ ഇർസാദ് ഓനോടൊന്നും ചോദിച്ചു നോക്കിയാലോ? ഇർസാദേ ഇർസാദേ ആ എന്ത് കുഞ്ഞാ പോകാ? ഒന്ന് ഇവിടെ വന്ന എന്തപ്പോ ഒക്കത്ത് ഡയറി ഒന്നും ഇല്ലേ? അല്ല നിങ്ങളിപ്പോ ഈ തന്തക്കും കല്യാണം ആലോചിച്ചുണ്ടോ? അതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ വർത്താനം. നമ്മളെ മൈലപ്പുറം സ്കൂളിൽ 22-ാം തീയതി വാർഷികാഘോഷം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. ആരൊക്കെ അവിടെ വരുന്നൊന്ന് പറഞ്ഞാട്ടി കറ്റി ഞങ്ങൾക്ക്. അതെ, നമ്മളെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായികല്ലേ ഫാസില ബാനു, ഓലാണ് വരേണ്ടത്. 1923 ഉണ്ടാക്കിയ സ്കൂളാ നമ്മളെ മൈലപ്പുറം എൽ പി സ്കൂള്. അതിന്റെ 101-ാമത്തെ വാർഷികമാണ്. പഠിച്ചിനോടത്തും പഠിപ്പിച്ചിനോടത്തും ഒക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ മുമ്പ് ഇട്ടിക്കുന്ന ഒരു സ്കൂളാണ് നമ്മളെ മൈലപ്പുറം AMLP സ്കൂള്. സംശയം ഉണ്ട് നിങ്ങൾക്ക്? അത് മാത്രല്ല, കലാരംഗത്തും കായിക രംഗത്തും പഠനരംഗത്തൊക്കെ നിരവധി പുരസ്കാരങ്ങൾ നമ്മളെ സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചങ്കാള 22-ാം തീയതിയാണ് നമ്മളെ മൈലപ്പുറം AMLP സ്കൂളിലെ 101-ാം വാർഷികം. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക.